नमस्ते बच्चों, आज हम 10वीं कक्षा का इकाई 3 का दूसरा पाठ लेने जा रही हूँ। पाठ का नाम है ठाकुर का कुआं। लेखक प्रेमचंद। प्रेमचंद हिंदी और उर्दू के महान भारतीय लेखकों में से एक हैं। उन्होंने उपन्यास, कहानी, नाटक, समीक्षा, संपादकीय आदि अनेक विधाओं में साहित्य सृष्टि की। इसलिए उन्हें उपन्यास सम्राट नाम से पुकारे जाते हैं। सेवा सदन, प्रेमाश्रम, कर्मभूमि, कायाकल्प, निर्मला, रंगभूमि, गबन, गोदान आदि उनके उपन्यास हैं। അവരുടെ രചനകളാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളത്. സേവാസദൻ, പ്രേമാശ്രം, रंगभूमि, निर्मला, कायाकल्प, गबन, कर्मभूमि, गोदान। ठीक है, तो हम पाठ की ओर जाएंगे। देखिए, इस पाठ में प्रधान पात्र आते हैं गंगी और जोखू। ये निम्न वर्ग के लोग हैं। इसमें जाति के बारे में बताते हैं, जाति प्रथा के बारे में बताने वाले कहानी है, यानी ऊंच नीच के भेदभाव के बारे में बताते हैं। इस प्रकार के कहानी है आज हम पढ़ने जा रहे हैं. ഇതിലെ പ്രധാനമായിട്ട് വരുന്നത് गंगी पिने जोखू ആണ്. गंगी और जोखू के अलावा इनमें और दो कथापात्र आते हैं, ठाकुर और साहूकार. ये दोनों एक गांव में रहने वाले लोग हैं और इस गांव में 3 कुएं हैं. कुआं माने किनारा. एक ठाकुर का और साहू का और तीसरा निम्न जाति के लोगों के लिए. ഇതിൽ ഗംഗി പിന്നെ ജോഖു പ്രധാന പാത്രമായിട്ട് വരുന്നുണ്ട്. പിന്നെ അവർ കുടിവെള്ളത്തിന് ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥയെക്കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത്. ശ്രദ്ധിക്കാം, പാഠത്തിലേക്ക് പോവാം. जोखू ने लोटा मुंह से लगाया तो पानी में सख्त बदबू आई. जोखू ഗ്ലാസ് വായിലേക്ക് അടുപ്പിച്ചപ്പോഴേക്ക് വെള്ളത്തിൽ, ആ ഗ്ലാസ്സിലുണ്ടായ വെള്ളത്തിൽ ശക്തമായ ദുർഗന്ധം വന്നു. സഖത്ത് എന്ന് പറഞ്ഞാൽ ശക്തമായ, പിന്നെ ബദ്ബു എന്ന് പറഞ്ഞാൽ ദുർഗന്ധം, ബാഡ് സ്മെല്ല്. ഗംഗി സേ ബോല യഹ് കൈസാ പാനി ഹേ. പത്നിയായ ഗംഗയോട് പറയുന്നുണ്ട്, ഇതെന്തൊരു വെള്ളമാണ്? മാരെ പാസ് കെ പിയാ നഹി ജാത്ത. എന്നെ കൊണ്ട് ഇത് കുടിക്കാനാവുന്നില്ല. ഗല സൂഖ ജാ രഹാ ഹെ. തൊണ്ട വരണ്ടു കൊണ്ടിരിക്കുന്നു. और तू സടാ പാനി പിലായ ദേത്തി ഹെ. നീ എനിക്ക് ആ സമയത്ത്, എനിക്ക് തൊണ്ട വരണ്ടു കൊണ്ടിരിക്കുന്നുണ്ട്, പിന്നെ ആ സമയത്ത് നീ എന്താണ് ചെയ്യുന്നത്? എനിക്ക് മോശമായ ജലം കുടിപ്പിക്കുന്നുണ്ടോ? സടാ പാനി, മോശജലം. ഗംഗെ പ്രതിദിന ശാം പാനി ഭർ ലിയാ കർത്തി थी. ഗംഗെ പ്രതിദിൻ, പ്രതിദിൻ പറഞ്ഞാൽ റോസ്, ഡെയിലി, എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? ഷാം, വൈകുന്നേരം, പാനി ഭർ ലിയാ കർത്തി थी, വെള്ളം നിറച്ച് കൊണ്ടുവരാറുണ്ടായിരുന്നു. കുവാ ദൂര था, ബാർ ബാർ ജാന മുശ്കിൽ था. കുവ, കിണർ അകലെയായതിനാൽ ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് പോകുന്നത് വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കൽ വഹ് പാനി ലായി तो उसमें बू बिल्कुल ना थी. ഇന്നലെ വെള്ളം കൊണ്ടുവന്നപ്പോൾ അതിൽ ദുർഗന്ധം ഉണ്ടായിരുന്നില്ല. ആജ് പാനി മേ ബദ്ബു കൈസി. ഇന്ന് എങ്ങനെയാണ് ആ വെള്ളത്തിൽ ഇത്രയും ദുർഗന്ധം വന്നത്? ആരാണ് ഇത് ആലോചിക്കുന്നത്? ഗംഗി. ലോട്ട നാക്കസെ ലഗായാ തോ സച്മുച്ച് ബദ്ബു थी. ഈ ഗംഗി എന്ത് ചെയ്തു? ഗ്ലാസ് മണത്ത് നോക്കിയപ്പോൾ എന്തായിരുന്നു? തികച്ചു, സച്മുച്ച് ബദ്ബു थी, തികച്ചു, ശരിക്കും അതിൽ ദുർഗന്ധം ഉണ്ടായിരുന്നു. ജറൂർ കോയി ജാൻവർ കുവേ മേ ഗിർകർ മർ ഗയാ ഹോഗ. ഏതോ മൃഗം കിണറ്റിൽ വീണ് ചത്തുപോയിരിക്കും. മഗർ ദൂസറാ പാനി ആവേ കഹാ സേ. ഇനി വേറെ വെള്ളം ഞാൻ എവിടെ നിന്നാണ് കൊണ്ടുവരാന്, എവിടെ നിന്ന് വരാനാ എന്ന് ആരാണ് ഈ ഗംഗെ ജോക്കോട് സംസാരിക്കുന്നുണ്ട്, ചോദിക്കുന്നത്, പറയുന്നത്. ഠാക്കൂർ കെ കുവേ പർ കോൻ ചഡ്നെ ദേഗ. ഠാക്കൂറിന്റെ കിണറിൽ ആരാണ് കയറാൻ വിടുന്നത്? ആരാണ് അനുവദിക്കുക നമുക്ക്?
ദൂർ സേ ലോഗ് ഡാണ്ട് ബതായെങ്കെ, നമ്മളെ അകൽ നിന്ന് തന്നെ എന്ത് ചെയ്യും? ഡാണ്ട് ബതാന. ഡാണ്ട് ബത്ത പറഞ്ഞാൽ ചീത്ത വിളിക്കാൻ തുടങ്ങും. സാഹു കാ കുആ ഗാവ് കെ ഉസ് സിരെ പർ ഹെ പരന്തു വഹാ ഭി കോൻ പാനി ഭർനെ ദേഗാ. പിന്നെ സാഹുവിൻ്റെ കിണറാണെങ്കിലോ ഗ്രാമത്തിൻ്റെ അങ്ങേ അറ്റത്താണുള്ളത്. പക്ഷേ അതിൽ ആ കിണറിൽ നിന്ന് ആരാണ് വെള്ളം എടുക്കാൻ അനുവദിക്കുക? ഇതിപ്പോ മൂന്നാമത്തെ കിണറാണ്. ഇപ്പൊ 3 കിണറാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? 3 കുവേ ഹേ. കിസ്കാ कौन कौन सा है? एक ठाकुर का है, साहू का, और तीसरा निम्न जाति के लोगों के लिए, गांव के लोगों के लिए. जोखू कई दिन से बीमार हैं. कुछ देर तो प्यास रो के चुप पड़ा रहा. ജോക്കു കുറേ ദിവസങ്ങളായിട്ട് രോഗിയാണ്. ബീമാർ പറഞ്ഞാൽ രോഗം. കുछ देर तक तो प्यास रो के चुप खड़ा रहा. കുറച്ച് നേരത്തേക്ക് അവന് മിണ്ടാണ്ട് ദാഹമടക്കി കിടന്നു. ഫിർ ബോലാ അബ് തോ മാരെ പ്യാസ് കെ റഹാ നഹി ജാതാ. പിന്നെ എന്താണ് പറഞ്ഞത്? ഇനി എനിക്ക് ദാഹം സഹിച്ച് കഴിയാൻ പറ്റൂല. ലാ തോടാ പാനി നാക്ക് ബന്ദ് കർക്കെ പീലു. കൊണ്ടുവാ, ഞാൻ കുറച്ച് വെള്ളം മൂക്ക് പൊത്തിപ്പിടിച്ചിട്ട് കുടിക്കട്ടെ. അത്രേ ദാഹം സഹിക്കാൻ പറ്റും. നമുക്ക് ഏതെങ്കിലും രീതിയിൽ നമുക്ക് സുഖമില്ലാതെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചുമയോ പനിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും? അന്നേരം നമുക്ക് കുറേ ദാഹം ഉണ്ടാവും അല്ലേ? ആ സമയത്ത് നമുക്ക് തൊണ്ട വരണ്ടി പോകുന്ന പോലെ നമുക്ക് അനുഭവപ്പെടും. അതാണ് ഇവിടെ സംഭവിച്ചത് ജോക്കുവിന്. ഗംഗീനെ പാനി നാ ദിയാം. ഗംഗെ വെള്ളം കൊടുത്തില്ല. ഖറാബ് പാനി സേ ബീമാരി ബഡ് ജായേഗി ഇത്നാ ജാൻതി ഥി. ഖറാബ് പാനി, മോശമായ ആ വെള്ളത്തിൽ നിന്ന് എന്താവും കുടിച്ചാൽ അതിൽ ബീമാരി ബഡ് ജായേഗി, രോഗം കൂടുമെന്ന് അവൾക്ക് അറിയാമായിരുന്നു. परंतु यह न जानती थी कि पानी को उबाल देने से उसकी खराबी जाती रहती है. പക്ഷേ വെള്ളം തിളപ്പിച്ചാൽ, ഉബാൽ ദേനാണ് തിളപ്പിക്കുക, വെള്ളം തിളപ്പിക്കുക, ഉബാൽ ദേനേസെ തിളപ്പിച്ചാൽ അതിൻ്റെ ദൂഷിപ്പ് മാറുമെന്ന് അവൾക്ക് അറിയില്ലാമായിരുന്നു. ബോലി യഹ് പാനി കേസേ പിയോഗെ. പത്തിയോട് ചോദിക്കുന്നുണ്ട്, ഭർത്താവിനോട് ചോദിക്കുന്നത്, ഈ വെള്ളം എങ്ങനെയാണ് നിങ്ങൾ കുടിക്കാനാ? ജാനെ നാ ജാനെ കോൺ ജാൻവർ മറാ ഹെ. ആർക്കറിയാം ഇതിൽ ഏത് മൃഗമാണ് ചത്തുപോയിട്ടുള്ളതെന്ന് ആർക്ക് അറിയില്ല. കുവേ സേ മേ ദൂസറാ പാനി ലായേ ദേത്തി ഹൂം. ഞാൻ കിണറിൽ നിന്ന് വേറെ വെള്ളം കൊണ്ടുവരാം. ജോഖുനെ ആശ്ചര്യ സേ ഉസ്കി ഓർ ദേഖ. പാനി കഹാ സേ ലായേഗി. ജോക്ക് എന്ത് ചെയ്തു? ആശ്ചര്യത്തോടെ ഗംഗയെ നോക്കി, അവിടെ നോക്കി പറഞ്ഞു, എന്താണ്? പാനി കഹാസേ ലായേഗി. പാനി വെള്ളം എവിടെ നിന്നാണ് കൊണ്ടുവരാനാണ് എന്ന് ചോദിക്കുന്നുണ്ട്. ഠാക്കൂർ ഔർ സാഹു കെ ദോ കുവേ തോ ഹേ. ഠാക്കൂർ പിന്നെ സാഹുവിൻ്റെ 2 കിണറുണ്ടല്ലോ. ക്യാ ഏക് ലോട്ട പാനി നാ ഭർനെ ദേങ്കെ. ഒരു ഗ്ലാസ് വെള്ളം എടുക്കാൻ സമ്മതിക്കില്ലേ എന്ന് ഗംഗി പറഞ്ഞു. ആരോടാണ്? ജോക്കോട് പറയുന്നത്. ഹാത്ത് പാവ് തുടുവ ആയേഗി ഓർ കുച്ചിനാ ഹോഗ. കയ്യും കാലും ഒടിപ്പിച്ച് വരുന്നി, അത് അവർ തല്ലി പൊളിക്കും, അല്ലാതെ ഒന്നും നടക്കൂല. ബൈഠ ചുപ്കേസേ, മിണ്ടാണ്ടിരി. ബ്രാഹ്മൺ ദേവത ആശീർവാദ് ദേങ്കെ. ബ്രാഹ്മണ ദൈവങ്ങൾ ആശീർവദിക്കും. ഇവിടെ ആരാണ് ഉദ്ദേശിക്കുന്നത്? മേൽജാതിക്കാരാണ് ഉദ്ദേശിക്കുന്നത്. അവരെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഠാക്കൂർ ലാഠി മാരേങ്കെ. ഠാക്കൂർ എന്ത് ചെയ്യും? വടികൊണ്ടു അടിക്കും. സാഹുജി ഏക് കെ 5 ലേങ്കെ. സാഹു എന്ത് ചെയ്യും? സാഹുക്കാർ എന്ത് ചെയ്യും? 1-ന് 5 വെച്ച് വാങ്ങും. എന്നുവെച്ചാൽ അടി കൊടുക്കുന്നത് ഠാക്കൂറാണെങ്കിലോ അടിച്ചിട്ട് പൊടിയാക്കും. പക്ഷെ അവരെന്ത് ചെയ്യും? സാഹു എന്ത് ചെയ്യും? അവൾ എന്തിനാണോ വന്നിട്ടുള്ളത് അതിൻ്റെ പകരമായിട്ട് വേറെന്തെങ്കിലും ചോദിക്കൂ എന്ന് പറഞ്ഞിട്ട് ഇവിടെ പറയുന്നത്. ഗരീബോ കാ ദർദ് കോൺ സമജ്താ ഹെ. ദരിദ്രരുടെ വേദനം ആരാണ് മനസ്സിലാക്കാനാ? ഹം തോ മർ ഭി ജാത്തെ ഹെ തോ കോയി ദുവാർ പർ ഝാങ്കനെ നഹി ആതാ. ഞങ്ങൾ മരിച്ചാലും ആരും വാതിൽക്കൽ എത്തി നോക്കാനും പോലും വരില്ല. നമ്മൾ ചില ദുവാർ എന്ന് വെച്ചാൽ
വാതിൽ ഝാങ്കന എന്ന് വെച്ചാൽ എത്തി നോക്കുക. അപ്പോൾ നമ്മൾ മരിച്ചാൽ കൂടി എന്ത് ചെയ്യില്ല അവർ ആരാണ് മരിച്ചത്, എന്താണ് സംഭവിച്ചത് എന്ന് ആരും എത്തി നോക്കാൻ കൂടി വരില്ല എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. കന്ധാദേനാത്തോ ബഡി ബാത്ത് ഹേ, സഹായിച്ചാലോ അത് വലിയ കാര്യമാണ് എന്ന് വെച്ചാൽ സഹായിക്കുന്നത്. മരിച്ച ശേഷം ശവം കൊണ്ടുപോകുന്ന സമയത്ത് എങ്ങനെയാണ് എന്തായാലും ഷോൾഡർ കൊടുക്കണ്ടേ, ശവം കൊണ്ടുപോകണ്ടേ, അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ऐसे लोग कुएं से पानी भरने देंगे, ഇത്ര ആളുകൾ കിണറിൽ നിന്ന് വെള്ളം എടുക്കാൻ സമ്മതിക്കുന്നുണ്ടോ? ഇല്ല. അപ്പം ആരെങ്കിലും മരിച്ചാൽ കൂടി അവർ നോക്കാൻ വരുന്നില്ല. അങ്ങനത്തെ ആൾക്കാർ എന്ത് ചെയ്യില്ല, വെള്ളം കൂടി എടുക്കാൻ സമ്മതിക്കില്ല. ഇൻ ശബ്ദോമേ കടുവാ സത്യത, ഈ വാക്കുകളിൽ കൈപ്പേറിയ സത്യമുണ്ടായിരുന്നു. കടുവ കൈപ്പേറിയത്. ഗംഗെ ക്യാ ജവാബ് ദേത്തി, ഗംഗ എന്താണ് പറയാൻ? കിന്തു ഉസ്നെ വഹ് ബദ്ബൂദാർ പാനി പീനെ കോ ന ദിയാ, പക്ഷേ അവൾ എന്ത് ചെയ്തു, എന്ത് പറഞ്ഞാലും കൂടി അവൾ ആ വെള്ളം കുടിക്കാൻ മാത്രം അവന് ജോക്കിന് പതിക്ക് കൊടുത്തില്ല. രാത്രിക്ക് 9 ബജേ थे, രാത്രി 9 മണിയായിരുന്നു. थके मांदे मजदूर तो सो चुके थे, എന്താണ് 9 മണിയായതുകൊണ്ട് എല്ലാവരും ഉറങ്ങാൻ പോകുന്ന സമയമാണ്. ക്ഷീണിച്ച് അവശരായ മസ്ദൂർ തൊഴിലാളികൾ, ഥക്കേമാന്റെ ക്ഷീണിച്ച് അവശരായ തൊഴിലാളികൾ ഉറങ്ങിയിരുന്നു. ഠാക്കൂർ കെ ദർവാസെ പർ 10-5 ബേഫിക്രെ ജമേത്തെ, ഠാക്കൂറിന്റെ വാതിൽക്കൽ എന്താ ആരുണ്ടായിരുന്നു? 10-5 ബേഫിക്രെ ജമാത്തെ, ബേഫിക്രെ പറഞ്ഞാൽ ഒരു വേവലാതി ഇല്ലാതെ ഠാക്കൂറിന്റെ വാതിൽക്കൽ ഒരു 5-10 ആൾക്കാർ നിൽക്കുന്നുണ്ടായിരുന്നു. മൈദാനി ബഹാദൂരി കാ തോ അബ് നാ ജമാന റഹാ ഹെ നാ മൗക, ഇത് ഒരു മുഹാവരയാണ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ശക്തി ഉപയോഗിച്ച് കാര്യം നടത്തുന്ന കാലം ഘട്ടം കഴിഞ്ഞു. ജമാന കാലം ഘട്ടം, അപ്പോൾ ആ രീതിയിലുള്ള കാലം കഴിഞ്ഞു. നാ മൗക, ഇനിയോ അവസരവും ഇല്ല. കാനൂനി ബഹാദൂരിക്ക് ബാത്തേ ഹോ രഹി ഥി, നിയമയുദ്ധത്തിന്റെ കാര്യങ്ങളാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിന്റെ കാര്യമാണ് അവിടെ സംസാരിക്കുന്നുണ്ടായിരുന്നത്. കിतनी होशियारी से ठाकुर ने थानेदारों को एक खास मुकदमे में रिश्वत दी और साफ निकल आए. എത്ര സാമർത്ഥ്യത്തോടെയാണ്, ഹോഷിയാരി പറഞ്ഞാൽ സാമർത്ഥ്യം, എത്ര സാമർത്ഥ്യത്തോടെയാണ് ഠാക്കൂർ थानेदारों ഇൻസ്പെക്ടറിന് ഏക് ഖാസ് മുക്കദമേ മേ റിശ്വത്ത് ദി, ഒരു പ്രത്യേക കേസിൽ കൈക്കൂലി കൊടുത്തിട്ടാണ് രക്ഷപ്പെട്ടത്. ഇവിടെ മുക്കദ്ദമേ കേസാണ്, റിശ്വത്ത് കൈക്കൂലി കൊടുക്കുക. കിतनी അക്കൽമന്ദി സേ ഏക് മാർക്കേക്ക് മുക്കദ്ദമേക്ക് നക്കൽ ലേ ആയേ, എത്ര ബുദ്ധിപരമായാണ് എന്താണ് ഏക് മാർക്കേക്ക് എന്ന് പറഞ്ഞാൽ ഒരു കച്ചവട കേസിന്റെ പകർപ്പ് കൊണ്ടുവന്നത്. നക്കൽ ആയ പകർപ്പാണ്, കോപ്പി എടുത്തു വന്നു. നാസിർ और मोहत मिम सभी कहते थे नकल नहीं मिल सकती. ഈ സൂപ്പർവൈസർ, നാസിർ പറഞ്ഞാൽ സൂപ്പർവൈസറാണ്, മോഹത്ത് മിം പറഞ്ഞാൽ മാനേജർ, സൂപ്പർവൈസറും മാനേജറും എല്ലാവരും പറഞ്ഞു എന്താണ്, നക്കൽ നഹി മിൽ സക്തി, കോപ്പി തരാൻ പറ്റൂല. ഠാക്കൂർ ചോദിക്കുന്ന സമയത്ത് അവര് നേരെ എടുത്തു തന്നു. പക്ഷേ ബാക്കി ആൾക്കാർ ചോദിക്കുന്ന സമയത്ത്, ഒന്നും കഴിവില്ലാത്ത ആൾക്കാർ പോയിട്ട് ചോദിക്കുന്ന സമയത്ത് അവരെന്ത് പറയുന്നുണ്ട്, അതിന് കേസിന്റെ കോപ്പി തരാൻ പറ്റൂല എന്നാണ് പറയുന്നത്. കോയി 50 മാങ്ങത്ത കോയി 100, ഒരാൾ എന്ത് ചെയ്യുന്നുണ്ട്, 50 രൂപയോ അല്ലെങ്കിൽ 100 രൂപയോ ഞാൻ നിങ്ങൾക്ക് കോപ്പി തരാം, അതിന് പകർപ്പ് തരാം, കേസിന്റെ പകർപ്പ് തരാം, പക്ഷേ എനിക്ക് നിങ്ങൾ 50 രൂപ അതല്ലെങ്കിൽ 100 രൂപ എനിക്ക് തരണം എന്നതിന് പറയുന്നുണ്ട്. യഹാ ബേപൈസെ കൗടി നക്കൽ ഉടാതി, പക്ഷേ ഇവിടെ ഒരു ചില്ലിക്കാശുമില്ലാതെ, ബേപൈസെ കൗടി ഒരു ചില്ലിക്കാശുമില്ലാതെ അതിന് കോപ്പി എടുത്തു വന്നു, അടിച്ചെടുത്തു. കാം കർണേക്കാ ഢങ്ക് ചാഹിയേ, ജോലി ചെയ്യുന്ന രീതി അറിയണം നമുക്ക്, എങ്ങനെയാണ് ജോലി ചെയ്ത് നമ്മളെ കാര്യം നടത്തേണ്ട കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം, എന്നാലേ നമ്മളെ കാര്യം സാധിച്ചിട്ട് എടുക്കാൻ പറ്റുവാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്.
ഇസി സമയ ഗംഗെ കുവേ സെ പാനി ലേനെ പहुंची. ഇതേ സമയത്താണ് ഗംഗെ കിണറിൽ നിന്ന് വെള്ളമെടുക്കാനെത്തിയത്. കുപ്പി കി ധുന്ധലി റോഷിനി കുവേ പർ ആ രഹി ഥി. മണ്ണെണ്ണ വിളക്ക്, ഈ കുപ്പിക്ക് ധുന്ധലി പറഞ്ഞാൽ നമ്മൾ ലാമ്പ് ഉണ്ടാവില്ലേ, ആ ലാമ്പിനാണ് ഉദ്ദേശിക്കുന്നത് ഇടം. ആ വിളക്കിന്റെ മങ്ങിയ വെട്ടം, അതായത് റോഷിനി പറഞ്ഞാൽ പ്രകാശം, അതിന്റെ പ്രകാശം കുവേ പർ ആ രഹി ഥി, കിണറ്റിലേക്ക് വരുന്നുണ്ടായിരുന്നു. ആരോ വരുന്നത് സൂചനയാണ് പറയുന്നത്. ഗംഗെ ജഗത് കെ ആട് മേ ബൈഠി മൗക്കെ കാ ഇന്തിസാർ കരനെ ലഗി. ഗംഗ എന്ത് ചെയ്തു? കിണറ്റിന്റെ കരയുടെ മറവിൽ, ആ ജഗത് കെ ആട് മേ പറഞ്ഞാല് കരയുടെ മറവിൽ, ബൈഠി മൗക്കെ കാ ഇന്തിസാർ കരനെ ലഗി, അവസരം നോക്കി പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു, വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇന്തിസാർ കർന, വെയിറ്റ് ചെയ്യുക. ഇസ് കുവേ കാ പാനി സാറാ ഗാവ് പീതാ ഹെ. ഈ കിണറ്റിൽ നിന്ന് വെള്ളം ഗ്രാമത്തിലുള്ള എല്ലാ ആൾക്കാരും കുടിക്കുന്നുണ്ട്. കിസി കെ ലിയേ റോക്ക് നഹി, ആർക്കും തടസ്സമില്ല, ആർക്കും ആ വെള്ളം എടുക്കാൻ ഒരു തടസ്സമില്ല. സിർഫ് ഏ ബദ്നസീബ് നഹി ഭർ സക്തേ, പക്ഷേ ഈ നിർഭാഗ്യവതിക്ക് മാത്രം ഈ വെള്ളം കുടിക്കാൻ അധികാരമില്ല, പക്ഷെ വെള്ളം എടുക്കാൻ ഒരു അധികാരം ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് അവളെ കാര്യമാണ് ചിന്തിക്കുന്നത് അവിടെ. ഗംഗി കാ വിദ്രോഹി ദിൽ റിവാജി പാബന്ദിയോ और മജ്ബൂരിയോ पर ചോട്ടേ करने लगा. ഈ ഗംഗയുടെ മനസ്സ് വിപ്ലവ മനസ്സ്, വിദ്രോഹി ദിൽ പറഞ്ഞാൽ വിപ്ലവ മനസ്സ്, റിവാജി പാബന്ദിയോ, റിവാജി എന്ന് പറഞ്ഞാൽ സാമ്പ്രദായികമായ, പാബന്ദിയോ ഓർ മജ്ബൂരിയോ നിയന്ത്രണങ്ങളെയും, പിന്നെ നിന്ന് മജ്ബൂരിയ വിവശതങ്ങളെയും ഇതെല്ലാം മുറിവേൽപ്പിക്കാൻ തുടങ്ങി, അവളെ മനസ്സിലേക്ക് മുറിവേൽപ്പിക്കാൻ തുടങ്ങി. ഏതാണ് മുറിവേൽപ്പിക്കുന്നത്? അവൾ ചിന്തിക്കുന്നത് ഏതാണ്? ഹം ക്യോ നീച്ച് ഹേ, എന്താണ് ഞങ്ങൾ എന്തുകൊണ്ട് കീഴ്ജാതിക്കാരായത്, കീഴ്ജാതിക്കാരൻ താഴ്ന്ന ജാതിക്കാരായത്, और ये लोग क्यों ऊंच हैं, പിന്നെ ഇവർ എന്തുകൊണ്ട് മേൽജാതിക്കാരായത്. ഇവിടെ ഇവരെന്ന് ഉദ്ദേശിക്കുന്നത് ആരാണ്? ഠാക്കൂർ പിന്നെ സാഹുക്കാരെ കുറിച്ചിട്ട്. इसलिए कि ये लोग गले में ताग डाल लेते हैं. എന്തുകൊണ്ടാണ്? കഴുത്തില് ചരടിടുന്നത് കൊണ്ടാണോ ഇവർ മേൽജാതിക്കാരാവുന്നത്? യഹാ തോ ജിത്നെ ഹേ ഏക് സേ ഏക് ചണ്ടെ ഹേ, ഇവിടെ ഉള്ളവരൊക്കെ എന്താണ്? ഒന്നിൽ നിന്ന് മികച്ചവരാണ്, വേർപെട്ട് കഴിയുന്നവരാണ്. ചോരി ഏ കരെ, ജാൽ ഫരേബ് ഏ കരെ, झूठे മുക്കദമേ ഏ കരെ, എന്താണ്? ചോരി മോഷണം ഇവർ ചെയ്യട്ടെ, പിന്നെ നിന്ന് ജാലു ഫരേബ് ചതിയും വഞ്ചനയും അവര് ചെയ്യട്ടെ, കാണിക്കട്ടെ. झूठे മുക്കദമേ ഏ കരെ, കള്ളക്കേസ് ഇവർ നടത്തട്ടെ, അതിനാണോ ഇവർ മേൽജാതിക്കാരായത് എന്നാണ് ഇവള് ഗംഗെ ആലോചിക്കുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട് മനസ്സിൽ. അഭി ഇസ് ഠാക്കൂറിനെ തോ ഉസ് ദിൻ ബേചാരെ ഗഡരിയെ കി ഭേഡ് ചുരാലി ഥി. ഈ ഠാക്കൂറാണോ ആണെങ്കിലോ ബേചാരെ ഗഡരിയേക്ക്, ബേചാരെ പാവം, പാവം ആ ഇടയൻ്റെ, ഗഡരിയ ഇടയൻ്റെ എന്നുവെച്ചാൽ ആടിനെ പോറ്റുന്നവനാണ്. ചെമ്മരിയാടിനെ മോഷ്ടിച്ചത്, ഭേഡ് അറിഞ്ഞ് ചെമ്മരിയാടിനെ മോഷ്ടിച്ചത്. और बाद में मारकर खा गया, പിന്നെ എന്ത് ചെയ്തു? അതിനെ കൊന്ന് തിന്നു. ഇനി പണ്ഡിത് കെ ഘർ മേ തോ 12 മാസ് ജുവാ ഹോത്താ ഹെ. ഈ പൂജാരിയുടെ, പണ്ഡിത് അറിഞ്ഞ പൂജാരി, ഈ പൂജാരിയുടെ വീട്ടിലാണ് 12 മാസവും എന്ത് ചെയ്യുന്നുണ്ട്? ജൂതുക്കളി പറഞ്ഞാൽ ഇസ്പീട്ട് കളിക്കുന്നത്, ഇത് കളിക്കുന്നത് അവരുടെ വീട്ടിലാണ്. യഹി സാഹുജി തോ ഘീ മേ തേൽ മിലാക്കർ ഭേജത്തെ ഹേ. ഇതേ സാഹു എന്ത് ചെയ്യുന്നുണ്ട്? സാഹു ആണെങ്കിൽ എന്ത് ചെയ്യുന്നത്? നെയ്യിൽ, ഘീ പറഞ്ഞാൽ നെയ്യിൽ എണ്ണ ചേർത്തിട്ട് വിളിക്കുന്നുണ്ട്. കാം കറാലേത്തെ ഹേ മസൂരി ദേത്തെ നാനി മറത്തി ഹേ. ജോലി എടുപ്പിക്കുന്നുണ്ട്, പണി എടുപ്പിക്കുന്നുണ്ട്, പക്ഷേ കൂലി തരണമെങ്കിൽ അവരെന്ത് ചെയ്യുന്നുണ്ട്? എന്താണ് സംഭവിക്കുന്നത്? മുത്തശ്ശി ചാകണം എന്ന് വെച്ചാൽ കുറേ ദിവസങ്ങളായിട്ട് കഴിഞ്ഞിട്ട് കൂടി അവര് കൂലി കൊടുക്കുന്നില്ല. ആർക്കാണ്? ഈ തൊഴിലാളികൾക്ക്. किस किस बात में हमसे ऊंचे हैं, हम गली गली चिल्लाते नहीं कि हम ऊंचे हैं, हम ऊंचे.
ഏതെല്ലാം കാര്യത്തിലാണ് ഞങ്ങളിൽ നിന്ന് ഇവർ മേൽജാതിക്കാർ എന്ന് പറയുന്നത്? പിന്നെ ഞങ്ങളിന്ന് തെരുവുകളിൽ നടന്ന് പറയുന്നില്ല എന്താണ് ഞങ്ങൾ മേൽജാതിക്കാരാണെന്ന് നമ്മൾ പറയുന്നില്ല. कभी गांव में जाती हूँ आ जाती हूँ तो रस भरी आंख से देखने लगते हैं. എപ്പോഴെങ്കിൽ ഗ്രാമത്തിൽ പോയാൽ എന്ത് ചെയ്യുന്നുണ്ട്? കാമകണ്ണുകളോടെ, അങ്ങനെ രസഭരി കാമകണ്ണുകളോടെ ഇവർ എന്ത് ചെയ്യുന്നുണ്ട്? നോക്കാൻ തുടങ്ങുന്നുണ്ട്. എങ്ങനെ? ജയ്സേ സബ്കി ഛാത്തി പർ സാമ്പ് ലൗട്ടനെ ലഗത്താ ഹെ. എങ്ങനെയാണ്? എല്ലാവരുടെയും മാറിടത്തിൽ പാമ്പ് ഉരുളാൻ തുടങ്ങുന്ന പോലെയാണ് അവരെന്നെ നോക്കുന്നത്. പരന്തു ഘമണ്ഡ് യഹ്കെ ഹം ഊഞ്ചേ ഹേ. പക്ഷേ എന്തായാലും അവർ എന്ത് പറയുന്നുണ്ട്? ഇതെല്ലാം ചെയ്തിട്ടാണ് പറയുന്നത് ഞങ്ങൾ മേൽജാതിക്കാരാണെന്ന്. എന്നുവെച്ചാൽ ഇവള് ഗ്രാമത്തിൽ പോകുന്ന സമയത്ത് ഒരു വേണ്ടാത്ത കണ്ണിലൂടെയാണ് ഇവളെ കാണുന്നത്. അതാണ് ഇവക്ക് ദേഷ്യം വരുന്നത്. പിന്നെ ബാക്കിയുള്ള വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഇവർ മേൽജാതിക്കാരാണെന്ന് പറയുന്നുണ്ട് അറിഞ്ഞിട്ട് ഇവള് ചിന്തിക്കുന്നത്. കുവേ പർ കിസി കെ ആനെ കി ആഹട്ട് ഹുയി. കിണറ്റൽ കരയിലേക്ക് ആരോ വരുന്നതിൻ്റെ ശബ്ദം കേട്ടു. ഗംഗയ്ക്ക് ഛാത്തി ധക്ക് ധക്ക് കരനെ ലഗി. ഗംഗയുടെ ഹൃദയമിടിപ്പ് കൂടി. കഹി ദേഖലേ തോ ഗജബ് ഹോ ജായേ. എന്താണ്? എവിടെയെങ്കിലോ കണ്ടാലോ എന്ത് സംഭവിക്കും? അപകടമാകും. ഗജബ് ഹോന അപകടമാകും. ഏക് ലാത്ത് ഭീ തോ നീച്ചേ നാ പടേ. ഒരടി പോലും താഴെ പോവില്ല. എന്ന് വെച്ചാൽ വേസ്റ്റ് ആവില്ല. എത്ര അടി കൊടുക്കുന്നുണ്ടോ അതെല്ലാം ഇവക്ക് കൊള്ളും എന്ന് പറഞ്ഞാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഉസ്നെ ഘട और रस्सी उठा ली और झुक कर चलती हुई एक वृक्ष के अंधेरे साये में जा खड़ी हुई. ഇവൾ എന്ത് ചെയ്തു? ആരോ വരുന്ന സൗണ്ട് കേട്ടു. ഇവൾ എന്ത് ചെയ്തു? അവൾ കുടവും പിന്നെ റസ്സി കയറും എടുത്തു കുനിഞ്ഞു നടന്നത്. ഝുക്കക്കര ചലന കുനിഞ്ഞ് നടക്കുക. കുനിഞ്ഞ് നടന്നു. ഒരു മരത്തിൻ്റെ ഇരണ്ട മറവിൽ പോയി നിന്നു. വൃക്ഷയ്ക്ക് അന്ധേരി സായേ ഇരുണ്ട മറവിൽ പോയിട്ട് നിന്നു. കബി ഇൻ ലോഗോം കോ ദയ ആത്തി ഹേ. എപ്പോഴാണ് ഇവർക്ക് ആരുടെങ്കിലും മേലെ ദയവ് തോന്നാനുള്ളത്? ബേചാരെ മഹങ്കു കോ ഇത്തന മാറാക്കി മഹിനോ ലഹു ഥൂക്കത്താ റഹാ. ബേചാരെ മഹങ്കു പറഞ്ഞ ഒരാളെ പേരാണ്, ഒരു വ്യക്തിയുടെ പേരാണ്. അപ്പോൾ ആ മഹങ്കുവിനെ ഇവരെന്ത് ചെയ്തത്? ഇത്തന മാറാക്കി, എത്രത്തോളം അടിച്ചെന്ന് വെച്ചാൽ മർദ്ദിച്ചു. എങ്ങനെയാണ്? മാസങ്ങളോളം ചോര തുപ്പിക്കൊണ്ടിരുന്നു. അടിച്ച ആ രീതിയിൽ അവന് കുറേ മാസങ്ങളോളം ഇവൾ എന്ത് ചെയ്തു? ചോര ഛർദ്ദിച്ചുകൊണ്ട് ഇരുന്നു. എന്തിനാണ് അടിച്ചിട്ടുണ്ടാവാം? ഇസ്ലിയെ തോക്കി ഉസ്നെ ബേഗാർ ന ദീ ഥി. എന്തിനാണ്? അയാള് കൂലിയില്ലാതെ ജോലി ചെയ്യാൻ തയ്യാറാവുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അവനെ അടിച്ചത്. ജോലി ചെയ്യുന്നില്ല, എനിക്ക് കൂലി കിട്ടണം, കൂലി കിട്ടിയാലേ ഞാൻ ജോലി ചെയ്യുമെന്ന് പറഞ്ഞത് കൊണ്ടാണ് അവനെ മർദ്ദിച്ചത്. ഇസ് പർ യേ ലോഗ് ഊഞ്ചേ ബൻതേ ഹേ. അതുകൊണ്ടാണോ അവർ മേൽജാതിക്കാരാവുന്നത്? ഇത് ഗംഗയാണ്, ഗംഗയുടെ മനസ്സിലുള്ള ചിന്തയാണ് അല്ലേ? ഇതിപ്പോൾ നിങ്ങൾക്ക് ഇത്ര മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതിപ്പോൾ പറഞ്ഞിട്ടുള്ളത് അവളുടെ മനസ്സിലുള്ള കുറേ കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? നെക്സ്റ്റ്, കുവേ പർ സ്ത്രീയാ പാനി ഭർനെ ആയി ഥി ഇൻമേ ബാത്തേ ഹോ രഹി ഥി. കുവേ പർ കിണറ്റിൽ സൈഡിലേക്ക് ആരോ രണ്ട് സ്ത്രീകൾ വെള്ളം എടുക്കാൻ വന്നതായിരുന്നു. അവർ സംസാരിച്ചു കൊണ്ടിരുന്നു. എന്താണ് സംസാരിച്ചത് നോക്കാം നമുക്ക്. ഖാനാ ഖാനെ ചലെ അവർ ഹുക്കും ഹുവാക്കി താജാ പാനി ഭരലാവോ. ഭക്ഷണം കഴിക്കാൻ പോയതായിരുന്നു. അപ്പോഴത്തേക്ക് അവരെന്ത് ചെയ്തു? പുരുഷന്മാർ എന്ത് ചെയ്തത്? ഉത്തരവ് ഇട്ടു. ഹുക്കും കാരണം പറഞ്ഞാൽ ഓർഡർ ഇടുക, അവരോട് ആജ്ഞ ഇടുക. എന്ത് പറഞ്ഞത്? താജാ പാനി ഭരലാവോ, ഞങ്ങൾക്ക് നല്ല വെള്ളം നിറച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. ഘടേക്കേലെ പൈസ നഹി ഹേ. നമ്മൾ എന്തിനാണ് അവർ ആ സമയത്ത് പറഞ്ഞിട്ടുള്ളത്? കുടത്തിൽ പൈസ തരുന്നില്ല നമ്മൾ, അതുകൊണ്ട് നിങ്ങൾ നല്ല വെള്ളം കൊണ്ടുപോവാ. हम लोगों को आराम से बैठे देखकर जैसे मर्दों को जलन होती है. ഞങ്ങളെ സ്വസ്ഥമായി ഇരിക്കുന്നത് കണ്ടാൽ പുരുഷന്മാർക്ക് എന്ത് തോന്നും? ജലന അസൂയ വരും, ദേഷ്യം വരും.
हाँ यह तो ना हुआ कि कलसिया उठाकर भर लाते. അവർ തന്നെ പോയി ചെറിയ കുട, കലസ്യ അറിഞ്ഞാൽ ചോട്ടാസ കലശ്, ചെറിയ കുടാണ് ഉദ്ദേശിക്കുന്നത്. ചെറിയ കുടം പോലും നിറച്ച് വരില്ല, വെള്ളം വരാൻ പോവില്ല. അവർ എന്ത് ചെയ്യും? വീട്ടിലുള്ള സ്ത്രീകൾക്കാണ് പറയുന്നത്, നിങ്ങൾ വെള്ളം കൊണ്ടുപോവാ. ബസ് ഹുക്കും ചലാ ദിയാ കി താസാ പാനി ലാവോ ജൈസേ ഹം ലൗണ്ടിയാ ഹി തോ ഹേ. എന്താണ്? ഇവർ വെള്ളം കൊണ്ടുവരില്ല, പക്ഷേ അവർ വെറുതെ ഉത്തരവിടും, വെറുതെ ഓർഡർ. താസാ പാനി ഗർമേ ഹേ പറഞ്ഞാൽ നല്ല വെള്ളം വീട്ടിലുണ്ട്, പക്ഷേ അത് കുടിക്കാതെ ഇവർ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്ന സമയത്താണ് അവർ ഉത്തരവിടുന്നത്, നല്ല വെള്ളം കൊണ്ടുപോകാൻ പറഞ്ഞിട്ട്. ജൈസേ ഹം ലൗണ്ടിയാ ഹി തോ ഹേ, എങ്ങനെയാണ്? നമ്മൾ വേലക്കാരികളാണെന്ന് അവരെ വിചാരം. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ലൗണ്ടി പറഞ്ഞാൽ വേലക്കാരികൾ. ലൗണ്ടിയ നഹി തോ ഓർ ക്യാ ഹോ തും, വേലക്കാരികളല്ലാതെ വേറെ ആരാണ് നിങ്ങൾ? ഇത് അവരവർ തമ്മിൽ സംസാരിക്കുന്നത്, രണ്ട് സ്ത്രീകളാണ് സംസാരിക്കുന്നത്. റോട്ടി കപ്പട നഹി പാത്തി, ആഹാരവും വസ്ത്രവും കിട്ടുന്നില്ല നിങ്ങൾക്ക്. 10-5 रुपये भी छीन झपट कर ले ही लेती हो और लौंडिया कैसी होती हैं. എന്താണ്? 5-10 രൂപ പൈസ എന്തെടുക്കുന്നുണ്ട് ഇവർ? തട്ടിയെടുക്കാറുമില്ലേ? അവരെ പോക്കറ്റിൽ നിന്ന് തട്ടിയെടുക്കാറുമില്ലേ? വേലക്കാരികൾ പിന്നെ എങ്ങനെയാ ഉള്ളത്? വേലക്കാരികൾ ഇതല്ലേ ജോലി ചെയ്യുന്നത് പറഞ്ഞിട്ടാണ് കളിയാക്കുന്നുണ്ടായിരുന്നു. മത്ത് ലജാവോ ദീദി എന്നാണ് പറയുന്നത്. പിന്നെ ഒരു സ്ത്രീ എന്ന് പറയുന്നത്, കളിയാക്കല്ലേ ചേച്ചി. ചിൻ ഭർ ആറാം കർണേക്കോ ജി തറസ് കർ രഹ് ജാത്താ ഹെ, ഒരു നിമിഷം വിശ്രമിക്കാൻ മനസ്സ് കൊതിക്കുന്നുണ്ട്. തറസ്ന കൊതിക്കുക. ഇത്ര കാം കിസി ദൂസരെ കെ ഘർ കർ ദേത്തി തോ ഇസ്സേ കഹി ആറാം സെ രഹത്തി. ഇത്രയും ജോലി മറ്റാരുടെങ്കിലോ വീട്ടിൽ നമ്മൾ പോയി ചെയ്താൽ ഇതിലും സ്വസ്ഥമായി ഇരിക്കാം നമുക്ക്. ഊപ്പർ സെ വഹ് എഹ്സാൻ മാൻത, പോരാത്തതിന് നന്ദിയും ഉണ്ടാവും നമ്മളെ മുകളിൽ. യഹാ കാം കർത്തേ കർത്തേ മർ ജാവോ പർ കിസി കാ മുഹ് ഹി സീധാ നഹി ഹോത്താ. പക്ഷെ ഇവിടെ എന്താ? ജോലി ചെയ്ത് ചെയ്ത് ചത്താലും കൂടി മരിച്ചാലും കൂടി ആരുടെ മുഹ് സീധാ നഹി ഹോത്താ, ആരുടെ മുഖവും തെളിയില്ല. അവരെ എപ്പോഴും ദേഷ്യത്തോടെ തന്നെ സംസാരിക്കുന്നുണ്ടാവും നമ്മുടെ വീട്ടിൽ, അല്ലേ? അപ്പോൾ വേറെ വീട്ടിൽ പോയിട്ട് ജോലി ചെയ്താൽ നമുക്ക് അതിൻ്റെ കൂലിയും കിട്ടും, ലേശം നമുക്ക് സ്വസ്ഥമായി ഇരിക്കാനും പറ്റും. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. दोनों पानी भरकर चली गई तो गंगे वृक्ष की छाया से निकली और कुएं की जगत के पास आई. ഈ രണ്ട് സ്ത്രീകളും എന്ത് ചെയ്തു? വെള്ളം നിറച്ച് കൊണ്ടുപോയി, ഒരു ടെൻഷനില്ലാണ്ട്, അല്ലേ? തോ ഗംഗെ വൃക്ഷക്ക് ഛായാസെ നിക്കലി. ഗംഗ എന്ത് ചെയ്തു? ആ സമയത്ത് അവർ പോയ സമയത്ത്, മടങ്ങിപ്പോയ സമയത്ത് അവള് മരത്തിൻ്റെ ഇരുണ്ട മറവില ഇരുന്നിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് എണിച്ച് വന്നു. എണിച്ചിട്ട് കരയുടെ അടുത്തെത്തി. ബേഫിക്രെ ചലേ ഗയേ ഥേ, ഒരു ടെൻഷൻ ഇല്ലാതെയാണ് പോയത് അവർ. ഠാക്കൂർ ബി ദർവാസ ബന്ദ് കർ അന്തർ ആംഗൻ മേ സോനെ ജാ രഹേ ഥേ. ഠാക്കൂറും കൂടി എന്ത് ചെയ്തു? വാതിലടിച്ച് അകത്തെ മുറ്റത്ത് ഉറങ്ങാൻ പോയിരുന്നു. ഗംഗീനെ ക്ഷണിക സുഖക്കി സാൻസലി. എല്ലാ സമയത്ത് അവർ പോയി, വീട്ടിലേക്ക് പോയിട്ട് അവർ ഉറങ്ങാൻ വേണ്ടി വാതിലടിച്ചു പോയി, അല്ലേ? അപ്പം ആ സമയത്ത് ഇവൾക്ക് സമാധാനമായി. ഇവളെന്ത് ചെയ്തു? ഗംഗ കുറച്ച് നേരത്തേക്ക് എന്താണ്? സുഖത്തിൻ്റെ ദീർഘശ്വാസം വിട്ടു. കിസി തരഹ് മൈതാൻ തോ സാഫ് ഹുവ. എങ്ങനെയൊക്കെയോ മൈതാനം വിജനമായി, ആരും ഇല്ലാതെ ആയി. ആരും ഇല്ല, ഇപ്പോൾ ഗംഗ മാത്രമേ പുറത്തുള്ളത്. ബാക്കി എല്ലാവരെല്ലാവരും എന്ത് ചെയ്തു? ഉറങ്ങാൻ വേണ്ടി പോയി. അമൃത് ചുരാലാനെ കെ ലിയേ जो राजकुमार किसी जमाने में गया था. ഏതാണ്? അമൃതം മോഷ്ടിക്കാൻ, അമൃത് ചുരാനെ പറഞ്ഞാൽ അമൃതം മോഷ്ടിക്കാൻ വേണ്ടിയിട്ട് പോയ രാജകുമാരൻ പോലും ഒരു പക്ഷേ എങ്ങനെയാണ് പോയത്? ഇത്രയും ശ്രദ്ധയോട്, ഷായത് ഇത്നി സാവധാനി കെ സാത്ത് और समझ भोज कर न गया हो, ഇത്ര ശ്രദ്ധയോടെ ചിന്തിച്ചുറച്ചു പോയിട്ടുണ്ടാവില്ല എന്നാണ് ഇവിടെ പറയുന്നത്.
गंगे दबे पाव कुएं की जगत पर चढ़ी, विजय का ऐसा अनुभव उसे पहले न हुआ था. ഗംഗ എന്ത് ചെയ്തു? അമർത്തിയ, ദബേ പാവ് പറഞ്ഞാൽ അമർത്തിയ കാൽ വെപ്പുകളോടെ കിണറ്റിൽ കരയിലേക്ക് കയറി. ആ സമയത്ത് വിജയ് കാ ऐसा अनुभव उसे पहले ना हुआ था എന്ന് വെച്ചാൽ വിജയത്തിൻ്റെ ഇത്തരം ഒരു അനുഭവം അവൾക്ക് മുമ്പൊരിക്കലും ഉണ്ടായിട്ടും ഇല്ല. അവൾക്ക് അങ്ങനത്തെ ഒരു അനുഭവം മുമ്പൊരിക്കലും സംഭവിച്ചിട്ടും ഇല്ല എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി ഉസ്നെ റസ്സി കാ ഫന്ദ ഘടേ മേ ഡാല. അവൾ കിണറ്റിൻ്റെ സൈഡിലേക്ക് വന്നു. അവൾ എന്ത് ചെയ്തു? റസ്സി കാ ഫന്ദ, കയറിൻ്റെ കുറുക്ക് കുടത്തിലിട്ടു. ദായേ ബായേ चौकन्नी दृष्टि से देखा जैसे कोई सिपाही रात को शत्रु के किले में सुराख कर रहा हो. എങ്ങനെയാണ് ഇത്ര ജാഗ്രതയോടെ ഇടവും വലവും എന്നുവെച്ചാൽ തൻ്റെ ഇടവും വലവും എങ്ങനെ ചൗക്കന്നി ദൃഷ്ടീസേ. ചൗക്കന്നി നമുക്ക് പേടിച്ച സമയത്ത് നമ്മളെ കണ്ണ്, രാത്രി എല്ലാം പേടിച്ച സമയത്ത് നമ്മളെ കണ്ണ് എങ്ങനെ ഉണ്ടാവും? മേലെല്ലാം ഫുള്ള് കണ്ണായിട്ടാണ് മാറുന്നതെന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ അതേപോലെയാണ് സംഭവിച്ചത്. ഇടവും വലവും നോക്കി. പിന്നെ ഏതോ സൈനികൻ, കൊയ് സിപ്പാഹി, സിപ്പാഹിയുടെ സൈനികൻ രാത്രിയിൽ ശത്രുവിൻ്റെ കോട്ടയിൽ, കിലാർ കോട്ടാണ്, ശത്രുവിൻ്റെ കോട്ടയിൽ വിടവുണ്ടാക്കുന്നത് പോലെ, അത് ആ പോലെയാണ് ഗംഗി ആ കുടത്തിൽ കയറിടുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കുന്നത്. अगर इस समय वह पकड़ ली गई तो फिर उसके लिए माफ़ी या रियायत की रत्ती भर उम्मीद नहीं. ഈ സമയത്ത് പക്ഷേ ഇവള് ആ ഒരു സമയത്ത് ഇപ്പോൾ അവൾ കിണറ്റിന് സൈഡിലുണ്ട്. ആ സമയത്ത് വെള്ളം കോറുന്ന സമയത്ത് അവൾ പിടിക്കപ്പെട്ടാൽ അവളെ സംബന്ധിച്ചിട്ട് മാപ്പിനോ അതല്ലെങ്കിൽ ദയക്കോ അല്പം പോലും പ്രതീക്ഷിക്കേണ്ടതില്ലായിരുന്നു. അതിന് ഒരു പ്രതീക്ഷ വെക്കണ്ട, പിന്നെ അവരെ അടിച്ച് കൊല്ലും. ആ രീതിയിലാണ് ഠാക്കൂറും പിന്നെ സാഹുവും ചെയ്യുന്നത്. अंत में देवताओं को याद करके उसने कलेजा मजबूत किया और घड़ा कुएं में डाल दिया. അവസാനം എന്ത് ചെയ്തു? ദൈവങ്ങളെ ഓർത്തിട്ട് ഇവരെന്ത് ചെയ്തു? അവൾ മനസ്സുറപ്പിച്ചു. കലേജ മസ്ബൂത്ത് കിയ പറഞ്ഞാൽ മനസ്സുറപ്പിക്കുക. ഒരു ഘടേ കുവേമേ ഡാൽ ദിയ, കുടം കിണറ്റിലേക്ക് ഇട്ടു. ഘടേ പാനി മേ ഗോത്ത ലഗായ. നമ്മൾ കുടം വെള്ളത്തിൽ ഇടുന്ന സമയത്ത് വെച്ചാൽ കുടം വെള്ളത്തിൽ മുങ്ങി ഇട്ടു. നമ്മൾ മേലെ താഴെ മീത്തയാക്കി നമ്മൾ വെള്ളം നോക്കും അല്ലേ. വളരെ മെല്ലായിട്ട് മെല്ലെ കൂടത്തിൽ വെള്ളം നിറക്കുന്നുണ്ടായിരുന്ന ഗംഗി ഒരു സൗണ്ടും ഇല്ലാതെ അങ്ങനെ ആഹിസ്ത ആഹിസ്ത ബഹുത്ത് ആഹിസ്ത മെല്ലെ ജറാ ഭി ആവാസ് നാ ഹുയി. അതിൽ കുറച്ചുകൂടി സൗണ്ട് വരാതെ പോലെ. സൗണ്ട് വന്നാൽ എന്ത് സംഭവിക്കും? ഠാക്കൂറും വന്നിട്ട് ആൾക്കാർ വെട്ടി വിള അടിക്കും. അതുകൊണ്ടാണ് മെല്ലെ അവർ വെള്ളം നിറക്കുന്നുണ്ടായിരുന്നു. ഗംഗീനെ 2-4 ഹാത്ത് ജൽദി ജൽദി മാറി. ഗംഗി എന്ത് ചെയ്തു? 2-4 കൈ തിളക്കത്തിൽ വിളിച്ചു. 2-4 കൈ പറഞ്ഞാൽ ഫാസ്റ്റ് ആയിട്ട് വിളിക്കുന്നത്. ഘട കുവേക്ക് മുഹത്തക്ക് ആ പहुंच. കുട എവിടേക്കെത്തി? കിണറിന്റെ വായ്ക്കലെത്തി, മുകളിലേക്ക് എത്തി. कोई बड़ा शहजोर पहलवान भी इतनी तेजी से न खींच सकता था. ഏതൊരു ശക്തിക്കാരനും ഒരു ശക്തമായൊരു ഗുസ്തിക്കാരനും എന്താവില്ല ഇത്രയും വേഗത്തിൽ വലിക്കാൻ കഴിയുകയില്ല. അങ്ങനെ ആവില്ല. അത്രയും ഫാസ്റ്റായിട്ടാണ് ഇവള് വലിച്ചിട്ടുള്ളത്. ഗംഗി ഝുക്കി, വെള്ളം മുകളിലേക്ക് എത്തി. ഇവളെന്ത് ചെയ്തു? അത് കൂടെ എടുക്കാൻ വേണ്ടിട്ട് കുനിഞ്ഞു. और घड़े को पकड़कर जगत पर रखे कि एकाएक ठाकुर साहब का दरवाजा खुल गया. ഇവിടെ കുനിഞ്ഞു. എന്ത്? ആ കുടത്തിന് മുകളിലേക്ക് കരയിലേക്ക് വെക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് ഠാക്കൂറിൻ്റെ വാതില് തുറന്നു. ഏകായേക്ക് പറഞ്ഞാൽ പെട്ടെന്ന് ഠാക്കൂറിൻ്റെ വാതില് തുറന്നു. ഷേർ കാ മുഹ ഇസ്സെ അധിക് ഭയാനക് ന ഹോഗ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഷേർ കാ മുഹു, ഷേർ പറഞ്ഞ സിംഹം. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഠാക്കൂറും പിന്നെ സിംഹത്തിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് സിംഹമാണെങ്കിലോ അത്ര ഭയങ്കരമായിട്ട് തോന്നില്ല. അപ്പോൾ ഠാക്കൂർ അത്രേ ഭയങ്കരനായ ഒരു വ്യക്തിയാണ്.
അത്രേ ക്രൂരനായ ഒരു വ്യക്തിയായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സിംഹത്തിൻ്റെ വായ് ഇതിനേക്കാളും ഭീതിതമായിരിക്കില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. അത്രയും ഭീകരനായിട്ടാണ് ആ വ്യക്തിയെ, ഠാക്കൂർ എന്ന വ്യക്തിയെ അവിടെ പറഞ്ഞിട്ടുള്ളത്. ഗംഗയ്ക്ക് ഹാത്ത് സെ റസ്സി छूट गई എന്താണ്, ഇവള് കുട മുകളിലേക്ക് വെക്കുന്ന സമയത്താണ് ഠാക്കൂറിന്റെ വാതിൽ തുറന്നത്. ആ സമയത്ത് ഇവളെന്ത് ചെയ്തു, ഇവളെ കയ്യിൽ നിന്ന് റസ്സി छूट गई, കയറ് വിട്ടുപോയി, കയ്യിൽ നിന്ന് കയറ് താഴേക്ക് പോയി. റസ്സി के साथ घड़ा धड़ाम से पानी में गिरा. റസ്സി കയറഞ്ചിൽ ആ കയറും പിന്നെ കുടം എല്ലാം ഒന്നാകെ എവിടെ വീണു, കിണറ്റിലേക്ക് തന്നെ വീണു. और कई क्षण तक पानी में हिलकोरे की ആവാസേ സുനായി ദേത്തി രഹി. കുറേ സമയത്തേക്ക് എന്ത് സംഭവിച്ചു, ആ കുടം താഴെ വീണ്, കുറേ മുകളിൽ നിന്നാണ് വീണത്. അപ്പോൾ നിറഞ്ഞ ഒരു കുടമായിരുന്നു. വീണ സമയത്ത് എന്ത് സംഭവിക്കും, വെള്ളത്തിൽ സൗണ്ട് ഉണ്ടാവും അല്ലേ. അപ്പോൾ കുറേ സമയത്തേക്ക് വെള്ളത്തിൻ്റെ സൗണ്ട് കേട്ടുകൊണ്ടിരുന്നു. ഈ ഠാക്കൂർ പുറത്ത് വന്നതാണ് വാതിൽ തുറന്നിട്ട്. ഈ സൗണ്ട് കേട്ടിട്ട് ഇവൻ എന്ത് ചെയ്യുന്നുണ്ട്, ഠാക്കൂർ കോൻ ഹേ, ആരാണത്, ആരാണ് കിണറ്റിന് അടുത്തുള്ളത് എന്ന് ചോദിച്ചുകൊണ്ട് കിണറ്റിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. പുക്കാർത്തെ ഹുവേ കുവേ കി തരഫ് ആ രഹേ തെ, കിണറ്റിൻ്റെ അടുത്ത് വരുന്നുണ്ടായിരുന്നു. और ഗംഗി ജഗത് സെ കൂദ് കർ ഭാഗി ജാ രഹി തി. ഗംഗി എന്തു ചെയ്തു, വെള്ളം വേണ്ട, കയറും വേണ്ട, ഒന്നും വേണ്ട, തടി തപ്പിയാൽ മതി, ഞാൻ രക്ഷപ്പെട്ടാൽ മതി എന്ന് വിചാരിച്ചിട്ട് അവൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ കിണറ്റിൻ്റെ കരയിൽ നിന്ന് ഇവള് ചാടി ഓടിപ്പോകുന്നുണ്ട്. ഭാഗ്യ ജാൻ അറിഞ്ഞാൽ ഓടിപ്പോകുന്നുണ്ട്. घर पहुंचकर देखा कि जोखू लोटा मुंह से लगाए वही मैला गंदा पानी पी रहा है. ഇവക്ക് വെള്ളം കിട്ടിയോ? ഇല്ല. ഇവിടെ വെള്ളവും ഇല്ല, കുടവും ഇല്ല, പിന്നെ എന്തെന്ന് കയറുമില്ല. എല്ലാ കിണറ്റിൻ്റെ ഉള്ളിലാണ് ഉള്ളത്. എല്ലാം താഴെ വീണു. പേടിച്ചിട്ടാണ് വീണത് അല്ലേ. അത് കിണറ്റിൻ്റെ കരയിലേക്ക് എത്തിയപ്പോഴാണ് ഠാക്കൂറിൻ്റെ വാതിൽ തുറന്നത്. ആ സമയത്ത് ഇവളെ കയ്യിലുണ്ടായ കുടവും വള്ളി എല്ലാം കിണറ്റിലേക്ക് വീണ് വെള്ളം എടുക്കാൻ പറ്റില്ല. ഇവള് അതെല്ലാം അവിടെ തന്നെ വിട്ടിട്ട് ഓടി പോകുന്നുണ്ട് വീട്ടിലേക്ക്. ഈ വീട്ടിലേക്ക് ഓടിപ്പോകുന്ന സമയത്ത് ഇവൾ ഏതോ ഒരു ദൃശ്യം കാണുന്നുണ്ട്. അവിടെ ഒരു സംഭവം നടക്കുന്നുണ്ട്. ഈ ജോഖു ഇവൾ പോയ ശേഷം അവിടെ എന്തെല്ലാം സംഭവിച്ചെന്ന് ഒന്നും അറിയില്ല ഈ ജോഖുവിന്. ഇവൾ വരുന്നത് ലേറ്റാവുന്നതെന്ന് കണ്ടിട്ട് ഇവൻ എന്ത് ചെയ്തു, അതേ മൈലാ ഗന്ധാ പാനി പീ രഹാ ഹെ കോൻ ജോഖു, അതേ മോശജല വായിലേക്ക് വെച്ചിട്ട് കുടിക്കുന്നുണ്ടായിരുന്നു. ആ ദൃശ്യം കാണുമ്പോൾ എങ്ങനെ ഉണ്ടാവും ഈ ഗംഗയ്ക്ക്. ഇപ്പം നമുക്ക് ഇത് വായിക്കുന്ന സമയത്ത് നമുക്കത് മനസ്സിലാവും അല്ലേ. ആ ഒരു ദൃശ്യം നമ്മൾ കാണുന്ന സമയത്ത് ഏത് രീതിയിലുള്ള വിഷമങ്ങൾ അവൾക്ക് വന്നിട്ടുണ്ടാവും നമുക്ക് മനസ്സിലാക്കിയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇന്ന് ഞാൻ പാടെടുത്ത കഴിഞ്ഞു. ഇതിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഗംഗയുടെ വിഷമങ്ങളെല്ലാം മനസ്സിലായി. എല്ലാ കാര്യങ്ങളും ഇപ്പോൾ അവളെ മനസ്സിലുള്ളത് എന്തെല്ലാം കാര്യങ്ങളാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ ഇത് എക്സാമിന് ഈ പാഠത്തിൽ നിന്ന് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഒന്ന് ഫസ്റ്റ് പേജിൽ തന്നെ കോൺവെർസേഷൻ വരുന്നുണ്ട്. ഗംഗി और जोखू के बीच का वार्तालाप पानी के बारे में, बदबूदार पानी के बारे में दोनों बातचीत करते हैं, वह वार्तालाप तैयार करे. പിന്നൊന്ന് പട്ടുകഥ ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ എങ്ങനെയാണ് എഴുതണം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്ന് പട്ടുകഥ വരും. പിന്നെ ഈ അവസാനത്തെ ഭാഗത്ത് വെച്ചിട്ട് അവൾ ഓടി വരുന്നതും ജോക്കുവിനെ കാണുന്നതും പിന്നെ ജോക്കു ഗംഗിനെ കാണുന്ന സമയത്ത് സംസാരിക്കുന്ന രീതി, നീ എന്തുകൊണ്ടാണ് തും ക്യോ ഭാഗ്യ ജാ രഹി ഹോ അങ്ങനെ ചോദിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, സംസാരിക്കുന്ന രീതിയാണ് അവിടെ കോൺവെർസേഷന് വരുന്നത്. പിന്നെ ഒരു പത്ര ഗംഗി തൻ്റെ അമ്മയ്ക്ക് എഴുതുന്നത് അവസാനത്തെ ഭാഗത്തിനെ കുറിച്ചിട്ടാണ് എഴുതുന്നത്. എൻ്റെ ഭർത്താവിന് ഞാൻ വെള്ളം കൊടുക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ് പറഞ്ഞിട്ട് അമ്മക്ക് ലെറ്റർ എഴുതുന്നത്, അല്ലെങ്കിൽ ഫ്രണ്ടിന് ലെറ്റർ എഴുതുന്നത്. പിന്നെ അവിടെ ഒരു കോൺവെർസേഷൻ വരുന്നുണ്ട്. ഗംഗയും ജോക്കും പിന്നെ ഗംഗയും സഹേലി ഫ്രണ്ടാണ്, ഫ്രണ്ടിൻ്റെ മുകളിൽ സംസാരിക്കുന്ന രീതിയാണ് അവിടെ നമുക്ക് പടുകഥ പിന്നെ വാർത്താലാപ്പായിട്ട് വരുന്നത്. ഇന്ന് എടുത്ത പാഠം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. ധന്യവാദം.